കുറച്ചധികം കറങ്ങുന്ന കൂട്ടത്തിലാണ്. ഇത്രയും വർഷത്തിനിടയിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിൽ അത്രയൊരു ഐ ക്യാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു ജംഗിളിൻ്റെ നടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വളരെ ഹൈറ്റിൽ ചെന്നുപെടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ആര്യങ്കാവ് വനം എന്ന് പറയുന്നതിൻ്റെ ഫോറസ്റ്റിൻ്റെ ഇടയിൽ എൻ്റെ തന്നെ വളരെ ക്ലോസ് സുഹൃത്തായ ഒരു ഡോക്ടർ ജയകുമാറിൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവിടെ നോക്കിയാൽ ഫോറസ്റ്റ് കാണാം, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വന്യമൃഗങ്ങളെ കാണാൻ പറ്റും. ഞങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് പല പല മൃഗങ്ങൾ ഞങ്ങൾ ക്രോസ് ചെയ്ത് പോകുന്ന കാഴ്ച വരെ ഞങ്ങൾ കണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അദ്ദേഹം മനോഹരമായിട്ട് പണിത് വെച്ചിരിക്കുന്ന ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ഒരു രാത്രി താമസിച്ചത്. അവിടെ താമസിച്ചപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനത്തിനകത്ത് ഒരു ഇത്രയും നല്ല മനോഹരമായ സ്ഥലത്തിൽ താമസിച്ചാൽ കിട്ടുന്ന ആ ഒരു സമാധാനവും ഗുണവും എല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയാറുണ്ട്. പുറത്തെ എല്ലാ കൺട്രീസിലും കറങ്ങിയാലും ശരി, തിരിച്ചു വരുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭംഗി ഇവിടെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളൊരു ട്രെയിനിൽ വരുന്ന സമയത്താണെങ്കിൽ പോലും ആന്ധ്രാപ്രദേശിൻ്റെ ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് കഴിഞ്ഞ് നേരെ കേരളം വരുന്ന സമയത്ത് നോക്കുമ്പോൾ ആദ്യത്തെ 2 സ്റ്റേറ്റ്സിൽ മുഴുവൻ ബ്രൗണിഷ് ടിൻ്റാണ് നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. കാരണം അവിടെ വലിയ പച്ചപ്പ് നമ്മൾ കാണുന്നില്ല. പക്ഷേ അതേസമയം കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പച്ചമയമാണ്. നമ്മുടെ വയൽ പാടങ്ങളായാലും ശരി, മരങ്ങളായാലും ശരി, നമ്മൾ കാണുന്ന മുഴുവൻ പച്ച കളർ മാത്രമാണ്. ഇത് എൻ്റെ ഒരു അഭിപ്രായമല്ല ഞാൻ ഈ പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ എല്ലാവരും പറയുന്നത് കേരളമാണ്. പുറത്തെല്ലാം ഇഷ്ടംപോലെ കൺട്രീസിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ മനസ്സിന് സന്തോഷം നൽകിയ ഒരു സ്ഥലമാണ് വാഗമൺ. ഈ വാഗമൺ ഒരു ദിവസം പോയി നിന്നാൽ, സ്വിറ്റ്സർലാൻഡിലോ അല്ലെങ്കിൽ US എവിടെയെങ്കിലും പോയി നിന്നാൽ അതിനെക്കാട്ടിലും സന്തോഷം. കാരണം അത് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവിടെയുള്ള ക്ലൈമറ്റ് ആയാലും ശരി, അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി ആയാലും ശരി, എല്ലാം എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ സ്വദേശം ഗുരുവായൂരാണ്. ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ എറണാകുളത്താണ്. ഇഷ്ടംപോലെ കുളങ്ങളും ഇഷ്ടംപോലെ സ്ഥലമുള്ള ഒരു പരിസരത്താണ് ഞാൻ ഹോളിഡേയ്സൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും ഞാൻ ആസ്വദിച്ചിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, കുളിക്കുന്നത് നമ്മുടെ ഈ ബാത്റൂമിൽ ഒതുങ്ങിയിരുന്ന് കുളിക്കുന്നതിന് പകരമായിട്ട് അന്ന് കുളത്തിൽ ചാടി ആസ്വദിച്ച് നീന്തി, അങ്ങനെയാണ് ഞങ്ങൾ ഹോളിഡേയ്സ് എപ്പോഴും സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അങ്ങനെ നാച്ചുറലായിട്ടുള്ള കുളങ്ങളാണ്. എത്ര കുളങ്ങളുണ്ട് ഇന്ന് നാച്ചുറലായിട്ട്? ഉള്ളത് പലതും ഒന്നല്ലെങ്കിൽ മൂടി കഴിഞ്ഞ് കാണും, അല്ലെങ്കിൽ അതെല്ലാം വറ്റിപ്പോയി കാണും. ഇവൻ എൻ്റെ കുടുംബത്തിലുള്ള ആ പഴയ കുളം തന്നെ ഇന്ന് പോയി കാണുമ്പോൾ അതിൻ്റെ ദുരവസ്ഥ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ചൂട് തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിച്ചറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ദ പോപ്പുലേഷൻ വാസ് ലെസ് ആൻഡ് ടോട്ടാലിറ്റി ഓഫ് ദ വേൾഡ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ടുഡേ. അങ്ങനെ ആ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്ന നമ്മുടെ ലൈഫിലും നമ്മുടെ അറ്റ്മോസ്ഫിയറിലും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് നമ്മളെ. ബിക്കോസ് ഓഫ് ദി സോളിഡ് കൺസ്ട്രക്ഷൻസ് ഓഫ് ബിൽഡിങ്സ്, ബിക്കോസ് ഓഫ് ദി ഡെർത്ത് ഓഫ് ഗുഡ് എയർ അറൗണ്ട് അസ്, ദ അറ്റ്മോസ്ഫിയർ ഹാസ് ചേഞ്ച് ട്രെമെൻഡസ്ലി. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വരുന്ന ഒരു സംഭവം, നമ്മൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ വേർക്കുക. ചുരുക്കി പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ് ഇന്ന് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാരും വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പിന്നെ അതുകൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, പല പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറ്റിയേ പറ്റൂ. ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ബാംഗ്ലൂർ. ഒരു 10-25 വർഷം മുമ്പേ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് കോൺഫറൻസിലൊക്കെ പോകുമ്പോൾ എനി ടൈം ഓഫ് ദി ഇയർ ബാംഗ്ലൂർ വാസ് എ പ്ലസന്റ് പ്ലേസ്. ഇന്ന് ബ്യൂട്ടി പോയി എന്നുള്ളതല്ല, പക്ഷേ ഇന്നത്തെ ആ കൺസ്ട്രക്ഷൻ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഹീറ്റ് കൂടിയിട്ടുണ്ട്. ഇന്ന് ചില പെക്യുലർ മന്ത്സിൽ മാത്രമേ ഉള്ളൂ അവിടെ തണുപ്പ്. ബാക്കി സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു കേരളത്തിന് ഈക്വലൻ്റാണ് അവിടെയും ചൂട്. ആ ഒരു റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്ത് ഇഫ് യു ഡോണ്ട് ഡു എനിത്തിങ്, തിങ്സ് ആർ ഗോയിങ് ഫ്രം ബാഡ് ടു വേഴ്സ്. ഇന്നത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് മാലിന്യം തന്നെയാണ്. ഈ മാലിന്യത്തിൻ്റെ ഒരു ഇഷ്യൂ സ്റ്റേറ്റ് ലെവലിലായാലും ശരി, സെൻട്രൽ ലെവലിൽ പോയിട്ടും ട്രിവാൻഡ്രത്തിൻ്റെ ഇഷ്യൂ സോൾവ് ആയിട്ടില്ല ഇതുവരെ. ബട്ട് wherever you go in Trivandrum, in every nook and corner of Trivandrum, of every road, you will find lot of ഡസ്റ്റ് ബിൻസ്, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റേജ് ബിൻസ് എന്ന് പറയുന്നത് ഓവർലോഡ് ചെയ്ത് റോഡിലോട്ടും സ്പ്രെഡ് ചെയ്ത് പട്ടി വരെ റോഡിന് നടുക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതെല്ലാം ഈ ഡെബ്രി എല്ലാം വന്ന് കഴിച്ച് പോകുന്ന ഒരു സംഭവം. ആക്ച്വലി ദാറ്റ് ഇസ് സ്പോയിലിംഗ് ദ ബ്യൂട്ടി ഓഫ് ട്രിവാൻഡ്രം ഇറ്റ് സെൽഫ്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പല സ്ഥലങ്ങളിൽ ചെത്തുമ്പോഴേക്കും നമ്മൾ അറിയാതെ മൂക്ക് പൊത്തിപ്പോകും. കാരണം അത്രയ്ക്കും അവിടെ അക്യുമുലേഷൻ ഓഫ് വേസ്റ്റേജ് വന്നിട്ട് നമുക്ക് അതിൽ പാസ് ചെയ്യുമ്പോൾ വളരെ മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് സംഹൗ ദിസ് ഹാസ് ടു ബി സോൾവ്ഡ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മേയർ നമ്മുടെ ഗവൺമെൻറ്റിന് കുറ്റം പറയുന്നു, ഗവൺമെൻറ് മേയറെ കുറ്റം പറയുന്നു, കോർപ്പറേഷനെ കുറ്റം പറയുന്നു. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നിൽക്കുന്നതല്ലാതെ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇതുവരെ ഉണ്ടാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ദിസ് സൊല്യൂഷൻ ക്യാൻ ബി അറൈവ്ഡ് ഇഫ് വി ഡിസ്കസ് വിത്ത് ലോട്ട് ഓഫ് അതർ, ഒന്നല്ലെങ്കിൽ അത് സിറ്റീസിലാകാം, സ്റ്റേറ്റ്സ് ആകാം, കൺട്രീസ് ആകാം. ഇവിടെയൊക്കെ വി ഷുഡ് മേക്ക് വിസിറ്റ്സ്. അവിടെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് ഈ വേസ്റ്റേജ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്, അതിനുള്ള ഒരു കറക്റ്റ് പോകുമ്പോഴേ നമ്മൾ അവിടെ നിന്ന് സ്റ്റഡി ചെയ്ത് പഠിക്കണം. ഐ എം നോട്ട് ഏബിൾ ടു ടെൽ യു വാട്ട് ടു ഡു, ബട്ട് ദെൻ ദിസ് ഹാസ് ടു ബി സ്റ്റഡീഡ് ആൻഡ് വി ഹാവ് ടു കം ഇൻ ടു എ ഡിസിഷൻ.
Actually, I was born in Udyogumandal. It is in Cochin, where you have lot of factories around. When I was small boy, I used to really love that place because we used to have lot of facilities there. ആ ഒരു സമയത്ത് എൻജോയ് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് പോയപ്പോൾ ഐ ഫെൽറ്റ് സോ പത്തറ്റിക്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, അന്നത്തെ കാലത്തും എല്ലാവരും പറയുമായിരുന്നു ഈ കമ്പനീസിൽ നിന്ന് വരുന്ന പുക അത് അത്രയ്ക്കും ദോഷമുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്നൊരു കൊച്ചുകുട്ടിയായിരുന്നതുകൊണ്ടും അന്ന് ഇത്രയ്ക്കും അതിനൊരു സീരിയസ്നെസ് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് അതേ ഏരിയയിൽ ഞാനൊരു ഷൂട്ടിങ്ങിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ പുകയും അവിടുത്തെ അന്തരീക്ഷവും എല്ലാം കണ്ടപ്പോൾ ഒരു ദിവസം കൊണ്ട് അവിടുന്ന് ചാടിയാൽ മതി എന്നൊരവസ്ഥയായിരുന്നു. കാരണം അത്രയ്ക്കും അറ്റ്മോസ്ഫിയർ ഹാസ് ഗോട്ട് പൊല്യൂട്ടഡ്. മനസ്സൊന്ന് വല്ലാതെ വിഷമിച്ചു പോയി. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ജീവിതകാലം മുഴുവൻ എങ്ങനെ താമസിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പണ്ടത്തെ കാലത്ത് ഇത്രയും പോപ്പുലേഷൻ ഇല്ലായിരുന്നു, ഇത്രയും അറ്റ്മോസ്ഫിയർ ഒരു പൊല്യൂഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ദ തിങ്സ് ആർ വെരി ബാഡ്. There are a lot of things which God has given us directly or indirectly, which we are bound to preserve. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും വർഷങ്ങളോളം നമ്മുടെ ഈ ലോകം നമുക്ക് സന്തോഷകരമായിട്ട് നമ്മുടെ ജനറേഷനായാലും അടുത്ത ജനറേഷനായാലും നമുക്കെല്ലാം വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് തന്നെ ഒരുക്കാൻ സാധിക്കും. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വി നീഡ് ടു ഹാവ് ലോട്ട് ഓഫ് പ്ലാന്റേഷൻസ്. ആ പ്ലാന്റേഷൻസ് നമ്മൾ വെട്ടിമുറിക്കുന്നത് നമ്മൾ വളരെയധികം കുറയ്ക്കണം. കാരണം അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം. വൈ ഓൾ ദ പ്ലാന്റേഷൻസ് ആർ ദെയർ. ആ ഒരു സയൻറ്റിഫിക് സൈഡ് നമ്മൾ പ്രിസർവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയർ. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് അബൌട്ട് വാട്ടർ. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി അടുത്ത വേൾഡ് വാർ വരികയാണെങ്കിൽ ദാറ്റ് മൈ ബി ഫോർ വാട്ടർ എന്ന് വരെ പറയുന്നുണ്ട്. ബിക്കോസ് വാട്ടർ ഈസ് ഗോയിങ് ടു ബി സച്ച് എ സ്കേഴ്സ് ഐറ്റം. ആ വാട്ടർ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. വാട്ടർ ഹാസ് ടു ബി ദെയർ. പണ്ടൊക്കെ നമ്മൾ നിറഞ്ഞു ഒഴുകിയിരുന്ന ആ നദികളും തോടുകളുമൊക്കെ ഇന്ന് ചെന്ന് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ശുഷ്കമായിട്ട് അത് പലയിടത്തും വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. വൈ ഇസ് ഇറ്റ് സോ? ഇതിനൊക്കെ നമ്മൾ വളരെയധികം ഗഹനമായി ചിന്തിച്ച് ഇതിന് ഫ്യൂച്ചർ എന്താണ് നമുക്ക് പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ നോക്കിയില്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അവസ്ഥയായാലും ശരി, നമ്മൾ ശ്വസിക്കുന്ന വായു ആയാലും ശരി, ഇത് രണ്ടും ഒരു ഡേഞ്ചറസ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഹൗ തിങ്സ് ഹാവ് ടു ബി തോട്ട് അബൌട്ട് പ്രോപ്പർലി ആൻഡ് ദീസ് ഹാവ് ടു ബി പ്രിസർവ്ഡ് സോ ദാറ്റ് ഫ്യൂച്ചറിൽ വി ഷുഡ് ഹാവ് ഗുഡ് ഓക്സിജൻ, good water around and a good atmosphere to live around.